ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ചോറിനൊക്കെ വെള്ളം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വിറകൊക്കെ വെച്ചെടുത്ത് വേഗം തീ പിടിപ്പിച്ച് അപ്പോൾ ഇന്ന് അടുക്കളയിൽ നിന്ന് തന്നെ ആവട്ടെ തുടക്കമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായല്ലോ എന്നെ എല്ലാവരും വീഡിയോ ആയിട്ട് കണ്ടിട്ടല്ലേ. അപ്പോൾ ഇന്നൊന്ന് കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ തിരുമ്പിയത് കുറച്ച് മടക്കി വെക്കാണ്ട്. അപ്പോൾ നന്ദുമോൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നപ്പം തിരുമ്പിയതൊക്കെ എടുത്ത് കട്ടിൽമുൾ കൊണ്ടുപോയിട്ടിട്ടാട്ടോ പോയത്. അപ്പോൾ വൈകുന്നേരം ട്യൂഷൻ ഉണ്ട് ആൾക്ക്. അപ്പോൾ ആൾ ട്യൂഷന് പോയി. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളൊക്കെ എനിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഓരോരുത്തരതും ഓരോ വിഭാഗമാക്കി വെച്ച് കൊടുക്കണം നമുക്ക്. അപ്പോൾ അതിന് ഉള്ള ഓരോ തിരക്കിട്ട പണിയിലാട്ടോ. അപ്പോൾ വെള്ളം വെച്ച് കൊടുത്ത് അത് തിളയ്ക്കുമ്പോഴേക്കും ഇനി അരി ഇട്ട് കൊടുക്കണം. നല്ല വേവുള്ള അരിയൊക്കെയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കണമെങ്കിൽ തന്നെ വെള്ളം നല്ലോണം തിളയ്ക്കട്ടെ വിചാരിക്കും കേട്ടോ ഞാൻ. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുത്തിട്ട് വേണം ഇനി ബാക്കി പണികളും കൂടി കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും നമ്മളെ പണിയെല്ലാം കഴിയും കേട്ടോ. അപ്പോൾ ഏകദേശം 5-5:45 ആയി. 5:45 അടുത്തായി. അപ്പോൾ ഞാൻ തിരുമ്പിത് മടക്കി വെക്കണതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അരി ഇട്ട് കൊടുത്തണേ. അപ്പോൾ ഇനി അതൊന്ന് വെന്ത് കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേ സമയം എടുക്കും കേട്ടോ. റേഷൻ പീടികയിലെ അരിയല്ല, നമ്മൾ കടയിലെ അരിയാണ്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഏകദേശം മങ്ങിച്ച തുടങ്ങിയേ. അപ്പോൾ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ മീൻ വാങ്ങിയിട്ടാട്ടോ വന്നത്. അനീഷേട്ടൻ പറയേ മീൻ വാങ്ങിയിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന കണക്ക് വേഗം പണി കഴിയല്ലോ എന്ന് പറയും. അനീഷേട്ടൻ വരാൻ കുറച്ച് നേരം വൈകുന്ന ദിവസം അങ്ങനെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നേരം മീൻ വേഗം കവറോടെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൂച്ചേൻ്റെ ശല്യം നല്ലോണം ഉണ്ട്. ഒരേത് വഴി കൂടി വന്ന് അതെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ പിന്നെ തണുപ്പ് മാറിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിടാമെന്ന് വിചാരിച്ച് അത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് റെഡിയായി വരുമ്പോഴേക്കും കുറച്ച് പണിയും കൂടി ഉണ്ട്. മുറ്റമൊക്കെ ഒന്ന് അടിച്ച് തരാണ്ട്. വൈകുന്നേരം അടിച്ച് വാരിയില്ലെങ്കിൽ രാവിലത്തേക്ക് ഒരുപാട് ഇലകൾ വീഴും കേട്ടോ. അപ്പം രാവിലെ നന്ദുമോൾ അടിച്ചു തരിയതൊക്കെയാണ്. എന്നാലും വൈകുന്നേരം വന്നാൽ ഞാനൊന്ന് അടിച്ചു തരും. അപ്പോൾ ഈ വേനലായതുകൊണ്ട് തന്നെ നല്ലോണം ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പം വീടിൻ്റെ ബാക്കിലും ഒക്കെ അടിച്ചു തരി കഴിഞ്ഞതിന് ശേഷം ഈ തൊടിയും കൂടി ഒന്ന് അടിച്ചു തരികയാണേ. ഇത് വീടിൻ്റെ അടുത്തുള്ള ആ തൊടി തന്നെയാണ്. അവിടെ ഒരുപാട് ഇല ഇങ്ങനെ കൂടി കിടക്കണതാണ്. അപ്പോൾ ചൂട് കാലമല്ലേ, നല്ല ഇഴജന്തുക്കളും ഇലേൻ്റെ ഒക്കെ അടിയിൽ വന്ന് നിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇല കൂടുന്നതിനനുസരിച്ച് കത്തിച്ച് കൊടുക്കും കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ അവിടെ അടിച്ചു തരിട്ടില്ല. ഇനി അതിന് മാത്രം ഇല കൂടിയാണ് കേട്ടോ. അപ്പോൾ നന്ദുമോൾ തീപ്പെട്ടിയൊക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ നന്ദുമോളാണ് വീഡിയോ എടുക്കണതൊക്കെ. ചില സമയത്ത് പറഞ്ഞാലൊക്കെ അനുസരിക്കും വീഡിയോ ഒക്കെ എടുത്ത് തരും. ചിലപ്പോഴോ പറഞ്ഞാൽ അതൊക്കെ കേൾക്കില്ല. അപ്പോൾ അവൾക്ക് പഠിക്കാണ്ട് എന്നൊക്കെയുള്ള ന്യായങ്ങളാവും പറയാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന വേണ്ടാന്ന്. അപ്പോൾ ഇന്ന് എന്താവോ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പം തീ കത്തിച്ചപ്പോൾ അത് ആദ്യം കത്തിയില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇതൊന്ന് കത്തി റെഡി ആയാലും എമ്പൊക്കെ ഒരു സമാധാനമുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെണ്ണീരായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വൃത്തിയായല്ലോ അല്ലേ. അപ്പം രാത്രിയിലായാലും പകലായാലും അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വെളിച്ചം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചണ്ടി തീയിടുക എന്ന് പറയുന്നതും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ചെറുപ്പം മുതലേ ഉള്ളതാണ്. ഞാൻ മുറ്റമൊക്കെ അടിച്ചേരി കഴിഞ്ഞാൽ അത് തീയിട്ടിട്ട് ഫുള്ളായി കത്തിച്ചിട്ടേ ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ഇതൊക്കെ എനിക്കുണ്ട്. അപ്പം ഞാനിപ്പോൾ അത് എല്ലാം ഒന്ന് കത്തിക്കട്ടെ. അപ്പം നന്ദുമോൾ പറയുന്നുണ്ട് കത്തില്ലല്ലോ പറഞ്ഞതും അപ്പം തന്നെ അത് കത്തുകയും ചെയ്തിട്ടോ. അപ്പോൾ ഉണങ്ങിയ ഇലയല്ലേ നല്ല പാളി കത്തും. അപ്പം നല്ല ചൂട് കേട്ടോ. വൈകുന്നേരം വന്ന് മേലൊക്കെ കഴുകിയതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ഈ പണിക്ക് നിന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ടാ അയ്യോ ഇതൊക്കെ കഴിഞ്ഞിട്ട് മേലെഴുകലൊക്കെ കഴിഞ്ഞാൽ മതിയേനി എന്നുള്ളത്. അപ്പോൾ തീയൊക്കെ നല്ല സൂപ്പറായിട്ട് കത്തുണ്ട്. ഇരുട്ടായി തുടങ്ങിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ വേഗം ഇവിടുന്ന് കയറണം. നല്ല കൊതു എന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് ഒരു കൊതുവല്ലേ, ആ കൊതുവിൻ്റെ കടിയൊക്കെ കൊണ്ടിട്ട് ഉറുമ്പിൻ്റെ കടിയൊക്കെ കൊണ്ടിട്ടാട്ടോ ഈ അടിച്ചേരൽ നടത്തുന്നത്. അല്ലെങ്കിൽ ഇപ്പം അതെല്ലാം പോട്ടെ വിചാരിച്ച് നിന്നാൽ നമ്മളെ പണി നടക്കില്ല. അപ്പോൾ ഞാൻ ആ ചണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി എന്താ പറയുക കത്തിക്കുന്നുണ്ട്. അപ്പം കത്തി കഴിഞ്ഞാൽ കുറേ പുക വന്നാൽ കൊതു പോയിക്കോളും എന്നൊക്കെ ഞാൻ നന്ദുമോളോട് ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദുമോൾ പറയുന്നുണ്ട് അമ്മ കൊതു കടിച്ചിട്ട് ഇവിടെ വയ്യാന്ന്. അത് നമ്മളെ തീയൊക്കെ കത്തി കഴിഞ്ഞതാ ചാരായി. അത്ര ഇലകളാണല്ലോ അല്ലേ എങ്ങനെ ചാരായത്. അപ്പോൾ ഈ പൊടുവണീൻ്റെ മരത്തുമത്തെ ഇലകളാണ് കേട്ടോ ഈ വീക്കണതൊക്കെ. എത്ര വെട്ടാൻ പറഞ്ഞാലും ഓർക്ക് യാതൊരു മൈൻഡും ഇല്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കയ്യും കാലൊക്കെ കഴുകി അകത്ത് കയറിയപ്പോഴാണ് നന്ദുമോൾ മാഗി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ നന്ദുമോളോട് കുറച്ച് തരുമോയെന്ന് ചോദിച്ചപ്പോൾ നന്ദുമോൾ കുറച്ച് തന്നിന്. കാരണം ചായൻ്റെ കടിയായിട്ട് അനീഷേട്ടൻ എത്തിയിട്ടില്ല. അനീഷേട്ടൻ വന്നു കഴിഞ്ഞാലേ ചായ കുടിയൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഒരു പാക്ക് മാഗി ഉള്ളത് നന്ദുമോൾ എടുത്ത് ഉണ്ടാക്കിന്. അപ്പോൾ നല്ല ചൂടാട്ടോ. അപ്പോൾ കുറച്ച് എനിക്കും തന്നിന്. അപ്പോൾ ഞാൻ അതും തിന്നാണ്. അത്യാവശ്യം വിശപ്പും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കൊക്കെ അനീഷേട്ടൻ വരും എന്നുള്ള ആ ധൈര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വൈകുന്നേരത്ത് ആ ഒരു ചായക്കുടി ഉള്ളത്. അപ്പം അമ്മയും നന്ദുമോളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ചായ കുടിക്കണമൊന്നും വീഡിയോ എടുക്കില്ല കേട്ടോ. നന്ദുമോൾക്ക് അതൊക്കെ ചില സമയത്തൊരു മടിയാണ്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഓരോ പണിസ്ഥലത്ത് പോയ കാര്യങ്ങളും ഓരോന്നും
എന്താ പറയുക, ഓരോ തമാശയും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഒരു മാഗി ഉണ്ടാക്കിയാൽ അമ്മയ്ക്ക് അത് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് തികയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സത്യത്തിൽ ഒരു ദിവസം ഈ ഒരു പാക്ക് മാഗി നന്ദുമോളിക്ക് വാങ്ങി തന്നതാട്ടോ. അമ്മ അത് ഉണ്ടാക്കി തിന്നോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാനത് ഉണ്ടാക്കിയിട്ടും തിന്നിട്ടും ഒന്നുമില്ല. എന്തോ ഒരു കാരണം നന്ദു തിരയണത് കണ്ടപ്പോൾ നന്ദുവിന് തന്നെ കിട്ടിയതാണത്. എന്തോ സംഭവം തിരഞ്ഞതാണ് അമ്മ. അപ്പോഴാണ് ഞാൻ ഈ മാഗീൻ്റെ പാക്കറ്റ് കണ്ടത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഇനി ആ മാഗി ഒറ്റയ്ക്ക് നമുക്ക് ഉണ്ടാക്കി തിന്നാനുള്ള സമയവും ഇല്ല, അത് കിട്ടലും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഓളങ്ങോട്ട് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ആൾ ഉണ്ടാക്കിയപ്പോൾ എനിക്കും തിന്നിട്ടോ. അങ്ങനെ നമ്മൾ ചോറ് വെന്തോ നോക്കണ്ടേ, അതിൻ്റെ ഇടയിൽ കുറേ നേരമായാലും അടുപ്പത്ത് വെച്ചിട്ടില്ലേ, വിറക് കത്തി തീർന്ന് ഇട്ട് കൊടുത്ത് ഞാൻ മടുത്ത്. അപ്പം നമ്മളെ ചോറ് വെന്തോ നോക്കണമെങ്കിൽ ഒരു ചോറ് എടുത്ത് നോക്കിയാൽ മതിയല്ലോ അല്ലേ. അപ്പം വേവ് ലേശൊരു കുറവാണ്. അത്യാവശ്യം വെന്താൽ തന്നെ പിന്നെയും അത് നല്ല ചോറായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പാകമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തീ ഓവറായിട്ട് കത്തിക്കില്ല, നല്ല കണലുണ്ടല്ലോ അതിൽ തന്നെ നിന്നോട്ടെ വിചാരിച്ച്. അപ്പോൾ ഈ ചോറ് ഊറ്റി വെച്ചിട്ട് വേണം ഈ അടുപ്പത്ത് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ ഡവറയിലേക്ക് ഊറ്റി വെക്കാമല്ലോ. അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഇപ്പോൾ എടുക്കുള്ളൂ, ബാക്കി ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ ചോറ്. അപ്പോൾ രാവിലെ നമുക്കിതൊരു ഉപകാരപ്പെട്ടൊരു പണിയാണ് കേട്ടോ. രാത്രിക്ക് ഞാൻ ഇങ്ങനെ അത്യാവശ്യം ചോറ് വെക്കും, പിന്നെ അത് രാവിലെ ഞാൻ നല്ലോണം തിളപ്പിച്ചിട്ട് റെഡിയാക്കും. കാരണം രാവിലെ ഈ അരിയൊക്കെ വെന്ത് കിട്ടാനായിട്ട് ഭയങ്കര താമസമാണ് കേട്ടോ. അനീഷേട്ടന് പണിക്ക് പോകുമ്പോഴേക്കും ഇതൊന്നും സെറ്റായി കിട്ടില്ല. അപ്പോൾ ഓരോ പണിക്ക് പോവലൊക്കെ അവിടെ നേരം വൈകും, പണിസ്ഥലത്ത് എത്താൻ നേരം വൈകും, എനിക്ക് പോവാൻ നേരം വൈകും. ഞാനും 8 മണി 8:10 ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ. അപ്പം ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ പണിയൊക്കെ, അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടാവും. പിന്നെ വേറെ എവിടെയും കിട്ടിയാൽ പോവും വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയിലാണ് ഇപ്പോൾ. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക എനിക്കൊരു പണി ശരിയാവാനൊക്കെ. കാരണം ഒരു പണിയൊക്കെ ഇപ്പം ഉണ്ടായേ പറ്റുള്ളൂ അല്ലേ. ഇപ്പോഴത്തെ കാലം മക്കളെ പഠിപ്പിക്കലും കാര്യങ്ങളും ഉള്ള വീട്ടിൽ ചിലവുകളും അല്ലാതെ തന്നെ ഓരോ മനുഷ്യനുണ്ടാവണ ഓരോരോ കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അല്ലേ. അതൊക്കെ എല്ലാവർക്കും പണി ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടൊക്കെ. അപ്പം ഞാൻ വേഗം ഒന്ന് കറിയും കൂടി ഉണ്ടാക്കട്ടെ, അടുപ്പ് ഒഴിഞ്ഞിടക്കല്ലേ. അപ്പോൾ ആ കോരമീൻ തന്നെയാട്ടെ കറി വെക്കണത്. അപ്പോൾ പാപ്പൂനും റോക്കിക്കും മാറ്റി വെക്കണം. ഇവർക്കിപ്പം മുളകിട്ട കറി വല്ലാതെ കൊടുക്കലില്ല, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടാട്ടോ കൊടുക്കൽ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. തക്കാളി മുറിച്ച് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വിചാരിച്ച് മുളക് കറി ഉണ്ടാക്കാമെന്ന്, പിന്നെ വിചാരിച്ച് വേണ്ട, മുളക് കറി ഇന്ന് ഓർക്ക് വേണ്ടല്ലോ, നായ്ക്കുട്ടികൾക്ക് വേണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് തേങ്ങ അരച്ചാലോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമ്പളിങ്ങനെ മനസ്സിൽ ഓരോന്ന് ആലോചിക്കല്ലേ ചെയ്യല്ലേ. അപ്പോൾ തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തിന് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിനെ. കുറച്ച് പുളി നല്ലോണം പിഴിഞ്ഞ് വെച്ചതുണ്ടേനി, തിളച്ച വെള്ളത്തിലിട്ട് വെച്ചതേനിട്ടോ പുളി. അപ്പോൾ അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് കൈയിട്ട് ഉടച്ചാൽ തന്നെ കറിക്ക് ഇത്തിരി കട്ടി വരുള്ളൂ കേട്ടോ, അല്ലാതെ ശരിയാവില്ലല്ലോ. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം കലക്കി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പം ഗ്യാസുമിലേക്ക് പോകണ്ട വിചാരിച്ചതാണ്. കാരണം ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറയ്ക്കാനായിട്ട് 1-1.5 മാസം പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഈ ഒരു പണി തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പത്ത് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല കാണലും ഉണ്ടല്ലോ, കൂടുതലായിട്ടൊന്നും പിന്നെ വിറക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ഉഷാറായിട്ട് കത്തിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് അമ്മൻ്റെ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നിനി പോളൊക്കെയാണ്. അപ്പോൾ ആ മീൻ മുറിച്ച് വെച്ചിന് കേട്ടോ, നല്ല ഉഷാറായിട്ട് വെച്ചിന്. തലയൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉടൽ മാത്രമായിട്ട് എടുത്തിന് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ചെടുത്താക്കട്ടെ. ഒരു 4 എണ്ണം മാറ്റി വെക്കണം. രാത്രിക്ക് 2 എണ്ണം പാപ്പൂനും 2 എണ്ണം റോക്കിക്കും എന്നുള്ള നിലയ്ക്ക് 4 മീൻ ഞാൻ മാറ്റി വെച്ചിന് കേട്ടോ. അപ്പോൾ അവർക്ക് അത് നല്ല കാമ്പുള്ള മീനല്ലേ ഇത്, അതുകൊണ്ട് അവർക്ക് ചോറിന് നല്ല ഇഷ്ടമാവും കേട്ടോ. ഈ മീനൊക്കെ നല്ല ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇഷ്ടം നല്ല മത്തീനോടാണ് കേട്ടോ. അങ്ങനെയൊക്കെ അപ്പം പണിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമുള്ളൊരു അടുക്കള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനി രാവിലെ തൊട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്നും വൈകുന്നേരം തൊട്ടുള്ള വീഡിയോ ഇട്ടാൽ എന്താണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ തോന്നുകയാണെങ്കിൽ ഒരു അഭിപ്രായം പറയണം. ആ അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്നതാണ് കേട്ടോ. കാരണം നിങ്ങളെ അഭിപ്രായങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതില്ലേ. അപ്പം ഇങ്ങനെ വീഡിയോ ഇട്ടാൽ മതിയെന്നോ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കണ്ടാൽ മതിയെന്നോ അങ്ങനെയൊക്കെ എന്തു വേണമെങ്കിലും ഒരു അഭിപ്രായം പറയണേ. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചിരവിയെടുക്കുകയാണ്. തേങ്ങ അരയ്ക്കാൻ തന്നെ തീരുമാനിച്ച്. പിന്നെ കുറച്ച് ദിവസമായല്ലോ മീനിൽ തേങ്ങ അരച്ച് കൂട്ടിയിട്ട്, എന്നും മുളക് ഇടൽ തന്നെയല്ലേ. അപ്പോൾ ഇന്ന് തേങ്ങ അരയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പകൽ ചിരവി വെച്ച തേങ്ങയാന്ന് തോന്നുന്നു ഓൻ അവിയിൽ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിനി. അപ്പോൾ ഞാൻ അതൊന്ന് ചിരവി, പിന്നെ ഒരു മുറി തേങ്ങ വേറെ ഉണ്ടായിനി, അതും കൂടി ഒന്ന് ചിരവി എടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് തേങ്ങ മതിയല്ലോ മീൻ കറിയിലേക്കല്ലേ.
അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചിരവി എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളെ ചോറ് ഊറ്റണ പരിപാടി അവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം ചോറൂറ്റലും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ചോറ് അത്യാവശ്യം എന്തുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. എന്നാലും രാവിലെ ആകുമ്പോഴേക്കും നല്ല മിടുക്ക് വരും കേട്ടോ ചോറിന്. അപ്പോൾ ഈ കുറുവരീൻ്റെ പ്രത്യേകത ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ കൂടി തേങ്ങ അരച്ചു കൊടുക്കാണ്ട് അങ്ങനെ ഒരു കൈ കൊണ്ട് 2 കൈ കൊണ്ട് 10 പണികളാണല്ലോ നമ്മൾ ചെയ്യല്ലേ. അപ്പോൾ ഞാനതൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്, ഓരോരുത്തർ ഫോണിൽ കാണുന്നുണ്ട്, എന്താ പറയുക വീഡിയോസും കാര്യങ്ങളും കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാനിത് അടുക്കളയിൽ കുറച്ച് പണിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം വന്നാൽ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ ഇരുത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമേ പിന്നെ വൈകുന്നേരം അടുക്കളയിൽ കയറുള്ളൂ കേട്ടോ. പണിക്ക് പോയി വന്നതിൻ്റെ ശേഷം ഞാനൊന്ന് റെസ്റ്റ് എടുക്കും കുറച്ച് നേരം. അതൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിൻ്റെ ശേഷമേ പിന്നെ പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നും ഇങ്ങനെ തന്നെയാണ് സ്ഥിതി. പക്ഷേ ഞാൻ വീഡിയോ എടുക്കലില്ല. എന്നും നമ്മൾ അടുക്കള വിശേഷം ഇതൊക്കെ തന്നെയല്ലേ അല്ലേ. അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാൻ ചിലപ്പം എന്താ പറയുക താല്പര്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് അത് എടുക്കലില്ല, ഉൾക്കൊള്ളിക്കലില്ല അതന്നെ പറയാല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തന്നെ വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളും നമ്മളെ അടുക്കള വിശേഷങ്ങൾ അറിയാൻ കുറച്ച് ആൾക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലേ. അതും സാധാരണക്കാരെ വിശേഷങ്ങൾ. അപ്പം സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസുകളൊന്നും അല്ല കേട്ടോ. നമ്മളെ വീട്ടിൽ എന്താ എന്നും ഉണ്ടാക്കണത് അത് മാത്രമായ വീഡിയോ ആയിട്ട് എടുക്കണമല്ലേ. അപ്പോൾ മീനൊക്കെ മുറിച്ച് വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറിൻ്റെ പണി തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നല്ലോണം വെള്ളം പോയതിൻ്റെ ശേഷം മാത്രമല്ല ഇങ്ങനെ ഊറ്റിയിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നല്ല ഉഷാറായിട്ട് വെള്ളം പോയിട്ടേ ഞാൻ പാത്രത്തിലേക്ക് ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കറിച്ചട്ടിക്കൊക്കെ നല്ലോണം തീ കത്തുന്നുണ്ട്, നല്ലോണം ചേരിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തേങ്ങ നല്ലോണം കയ്യിൽ നിന്നൊക്കെ പോയിന്. അതൊക്കെ നമ്മൾ ഈ അടുക്കള പണി കഴിഞ്ഞിട്ട് തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് റെഡി ആയില്ലേ. ഇനി നമുക്ക് ഇതാ തേങ്ങ അരച്ച് കലക്കീന്. അപ്പോൾ ഒരു കുഞ്ഞു തേങ്ങ അരച്ച കറിയായി ഇന്ന് രാത്രിത്തേക്കുള്ളത്. പിന്നെ നായ്ക്കുട്ടികളത് പറയണ്ടല്ലോ, അവർക്ക് മഞ്ഞപ്പൊടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ തിളച്ച വെള്ളം എപ്പോഴും അടുപ്പത്ത് ഉണ്ടാവണോണ്ട് തന്നെ നമുക്ക് തേങ്ങ അരച്ച് കലക്കണമെങ്കിലും ചൂടുവെള്ളം തന്നെ എടുക്കട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പച്ചവെള്ളത്തിൻ്റെ അംശമൊന്നും വരില്ല. അപ്പം അടുപ്പത്ത് ഈ ചട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പത്ത് എപ്പം വേണേലും കണലുണ്ടെങ്കിൽ ആ കറി അങ്ങോട്ട് റെഡി ആവും കേട്ടോ. അപ്പം നമ്മൾ ഈ അടുക്കള വിശേഷം ആർക്കെങ്കിലും ഇഷ്ടപ്പെടായക ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ചെറിയ വ്ളോഗും കുക്കിങ്ങും ഒന്നും കാണാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല അല്ലേ. എന്നാലും എല്ലാവരും കാണണമെന്ന് ഞാൻ വാശി പിടിക്കണമില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രയും മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കറി ഒന്നും കൂടി തിളക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അത്യാവശ്യത്തിന് തിളച്ച് സെറ്റായിന്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇറക്കിയേക്കാലോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിന് കേട്ടോ, പച്ച വെളിച്ചെണ്ണ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് തിളച്ച ആ ചൂടൊക്കെ ഒന്ന് പോവട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഓർക്ക് വേണ്ടിയിട്ടുള്ള മീൻ കറിയും റെഡിയാക്കിയിരുന്നു കേട്ടോ. അടുപ്പത്തെല്ലാം ഗ്യാസുമ്മൽ വെച്ച് കൊടുത്തിന്. അപ്പം നമ്മളെ കറിയും ഇവിടെ റെഡിയായി ഇറക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കണലല്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുത്താൽ രാത്രിക്ക് ചൂടുവെള്ളം പിന്നെയും തിരയണ്ടല്ലോ. അപ്പോൾ 2 ചെമ്പ് വെള്ളം അവിടെ എപ്പോഴും സ്റ്റോക്കുള്ളതുകൊണ്ട് ജഗ്ഗിൽ നിറയ്ക്കാൻ പ്രയാസമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നന്ദുമോൾ ഇവിടെ ചായ കുടിയിലാണ്. അനീഷേട്ടൻ വന്നിന് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴേ മിച്ചറും മൈസൂർ പഴമൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ നന്ദുമോൾ പഴം എടുത്ത് കീശയിലിട്ടതാ, ആരെങ്കിലും എടുത്താക്കി കിട്ടൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുമോൾ മിച്ചറൊക്കെ പൊട്ടിച്ച്. അപ്പം ഞാൻ പറയും ചെയ്തിട്ടോ, എനിക്ക് കുറച്ച് മിച്ചറും പഴം കൂടി ഉള്ളത് മതിയെന്ന്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിച്ചറും മൈസൂർ പഴം തിന്നണത്. അപ്പോൾ ആ ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ ഒരുപാട് പാത്രം കഴുകാണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ആ യുദ്ധം അവസാനിച്ചെന്ന് തന്നെ പറയാം. ഇതൊക്കെ ഒന്ന് കഴുകണം. ഞാൻ പിന്നെ നന്ദുമോളെ വല്ലാതെ നിർബന്ധിക്കായി കേട്ടോ, അതൊക്കെ കഴുകി തരും ആൾ പറഞ്ഞാലൊക്കെ. പക്ഷെ അവൾക്ക് ഒരുപാട് പഠിക്കാണ്ട് കേട്ടോ, പരീക്ഷയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നത് ഒരു ശരിയുള്ള ഏർപ്പാടല്ല. കാരണം ആളെല്ലാം പണിയും ചെയ്യണതാട്ടോ. പണി എടുക്കാതെ നിൽക്കുകയാണെങ്കിലല്ലേ നമുക്ക് വിഷമായിട്ടുള്ളൂ അല്ലേ. അപ്പം പാത്രമൊക്കെ ഒന്ന് വേഗം കഴുകിയേക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരുപാട് പണികൾ പിന്നെയുള്ളതാണ്. അപ്പോൾ വേഗം ഇത് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ മക്കൾക്ക് ചോറ് കൊടുക്കലും ഒക്കെ ആയി. അപ്പോൾ നന്ദുമോൾക്ക് ഇന്ന് മാത്രം ട്യൂഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾ വീട്ടിലുണ്ടേനി കേട്ടോ. അപ്പോൾ ഓളും കൂടി ഉണ്ടായപ്പം ഒരു സമാധാനമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വൈകുന്നേരം ഒരു ചായ കൂടിയൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ. അല്ലെങ്കിൽ നന്ദുമോൾ ഉണ്ടാവില്ല, ചില സമയത്ത് ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അബി പിന്നെ ഇപ്പം ഉണ്ട്, അബിക്ക് ഇപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ.
അതുകൊണ്ട് എപ്പം വൈകുന്നേരവും അബി ഉണ്ടാകും. അതുകൊണ്ട് നന്ദുമോളെ മാത്രമാണ് ഞങ്ങൾക്ക് മിസ്സാവൽ. അപ്പോൾ ഇന്ന് നന്ദുവിനെയും കൂടി കിട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉഷാറായിട്ട് ചായയൊക്കെ കുടിച്ച് സമയം 7:30 ആയിട്ടോ ചായ കുടിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് ഇനി എല്ലാവർക്കും പെട്ടെന്നൊന്നും ചോറ് വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ചില സമയത്ത് ചേട്ടൻ പറയൂ എനിക്കും വേണം ചോറ് നേരത്തെ വിളമ്പിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ചില സമയത്ത് നേരത്തെ കൊടുക്കും. പിന്നെ ഇപ്പം നമ്മൾ ഡെയിലി 8 മണിക്കൊക്കെ ഒരു കുഞ്ഞ് ലൈവ് ഇടുന്ന കാരണം കുറച്ചൊക്കെ നേരം വൈകിട്ട് തന്നെയാണ് എല്ലാവർക്കും ചോറൊക്കെ കൊടുക്കൽ. പിന്നെ മക്കൾക്ക് ആവശ്യം വരുമ്പോൾ മക്കൾ പോയി എടുത്ത് തിന്നു കേട്ടോ. അങ്ങനത്തെ വാശിയും ഇതൊന്നുമില്ല. ഓൽക്ക് വിശക്കുകയാണെങ്കിൽ ഓല് എന്നെ കാത്തുക്കൊന്നുമില്ല. പോയിട്ട് തിന്നലും കാര്യങ്ങളൊക്കെ ഓരെന്നെ ചെയ്യും. അതുകൊണ്ടൊക്കെ നമുക്ക് അതൊക്കെ ഒരു ഭാഗ്യമുള്ള കാര്യം കേട്ടോ. അപ്പം ഇന്ന് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളെ ഞാൻ പറഞ്ഞല്ലോ വിഭവങ്ങളൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഒരു ചോറും ഒരു കുഞ്ഞ് മീൻ കറി മാത്രം. അപ്പം അതും കൂടി കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക ഉപ്പേരി ഉണ്ടാക്കുക കാര്യങ്ങൾ അതൊന്നും ഇപ്പോൾ രാത്രിക്ക് വല്ലാതെ അങ്ങോട്ട് ഉണ്ടാക്കലില്ല കേട്ടോ. അതുണ്ടെങ്കിൽ തന്നെ രാവിലെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കും. അങ്ങനെ നമ്മളെ പാത്രം കഴുകലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനി അടുക്കളേൻ്റെ വീതനയും കൂടി ഒന്ന് തുടച്ചിട്ടാൽ സംഭവം സെറ്റായി. അപ്പോൾ നന്ദുമോൾ പറയുന്നുണ്ട് അമ്മൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാലേ നമുക്ക് രാത്രിക്ക് ഒരു ആശ്വാസമുള്ളൂ. പിന്നെ രാത്രി ചോറ് തിന്ന പാത്രം മാത്രമല്ലേ കഴുകാൻ കിട്ടുള്ളൂ അല്ലേ. അതിനൊരു ഭയങ്കര ഒരു രസമാട്ടോ. ചോറ് തിന്ന പാത്രം മാത്രം കഴുകാൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു സമാധാനം വേറെ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് മറുപടി പറയണം, കമൻ്റ് ഇടണം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുക. അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാനൊരു ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ കാണാനുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ വീഡിയോ ഇടും ഞാൻ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവരെ കറിയൊക്കെ റെഡി ആയി കേട്ടോ. 4 മീൻ ഇവർക്ക് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ഇട്ട് നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിലെ കുഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഓരോ കറി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളെ കറി റെഡി ആയിന്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.